വിഷൻ ബോർഡ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതിന് യോജിച്ച ഇമേജസ് നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ നമുക്കൊരു കാറ് വാങ്ങാനാണ് ആഗ്രഹമെങ്കിൽ കാറിൻ്റെ ഒരു ഇമേജ്, ഏത് കാറാണെന്നുള്ളത്, ഇപ്പം അതിൻ്റെ സ്വിഫ്റ്റ് ആണോ ഓഡി ആണോ അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ആണ്, ഏത് കാറാണ് വാങ്ങിക്കേണ്ടത് അത് ഫസ്റ്റ് തീരുമാനിക്കും. അത് എന്ത് കളറാണെന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കണം അല്ലേ, അതിനെപ്പറ്റി വ്യക്തമായൊരു പിക്ചർ നമുക്കുണ്ടാവണം. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ കാറിനെ പറ്റിയുള്ളതാണ്, ഒരു വാഹനം നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരാഗ്രഹം, നമുക്കൊരു വീടാണ് എങ്കിൽ ഒരു വീട് നമ്മൾ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ വീട് എങ്ങനെയായിരിക്കണം, ജസ്റ്റ് ഒരു വീടെന്നുള്ളതല്ലാതെ ക്ലാരിറ്റി കൊടുക്കുക. നമ്മൾ എങ്ങനെ ക്ലാരിറ്റി കൊടുക്കാം? ഭാവനയിൽ, അതായത് ഇപ്പം ഗേറ്റ് വരെ നമ്മൾ വീട്ടിലേക്ക് കയറുവാണ്. അപ്പം ഗേറ്റ് നമുക്കൊരു പിക്ചർ ഉണ്ടാവുമല്ലോ, ഗേറ്റിൻ്റെ പിക്ചർ നമുക്കുണ്ടാവുമല്ലോ. എങ്ങനെയാണ് ആ ഗേറ്റ്? വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കേട്ടോ. ഇപ്പം ബ്ലാക്ക്, ഗോൾഡൻ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി അതിങ്ങനെ വരുന്ന ഗേറ്റ് ഉണ്ടാവും അല്ലേ, ഇനി ഓട്ടോമാറ്റിക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഗേറ്റ് മുതൽ നമ്മൾ മനസ്സിൽ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടി ഒരു പിക്ചർ ഇടുക. അപ്പോൾ ഗേറ്റ് തുറന്നു, നമ്മൾ അകത്തേക്ക് കയറുവാണ്. ഓക്കെ, സ്വിമ്മിംഗ് പൂൾ വേണം. ഓക്കെ, അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു പിക്ചർ. ഇനി അതിപ്പോൾ തന്നെ നമുക്ക് വലിയ സ്വിമ്മിംഗ് പൂളാണോ വേണ്ടത്, ചെറുതാണോ വേണ്ടത്? അപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള, കിഡ്സിന് വേണ്ടിയുള്ള ഒരു സ്വിമ്മിംഗ് പൂള്, വലിയ ആൾക്കാർ വേണ്ടിയുള്ള സ്വിമ്മിംഗ് പൂള്, ഫെൻസിങ് ഒക്കെ ആയിട്ട് കുട്ടികൾക്കുള്ള ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഷേപ്പിലൊക്കെ ആയിട്ടുള്ളത്. ഓക്കെ, നല്ല ഐഡിയ ആണ്. ഡ്രൈവർക്ക് ഔട്ട് ഹൗസ് ആയിട്ട് 1-2 റൂമും, അവർക്ക് അത്യാവശ്യം ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ, ഹൗസ് മെയ്ഡിന് താമസിക്കാനും. ഗാർഡൻ വേണം, തീർച്ചയായിട്ടും നല്ലൊരു ഗാർഡൻ വേണം. വിഷൻ ബോർഡിൽ നമുക്ക് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാം അല്ലേ. അതായത് ഗേറ്റ് തുറന്ന് അകത്ത് കയറി ഗാർഡൻ, പിന്നെ ഈ പറഞ്ഞ സ്വിമ്മിംഗ് പൂള്, അതിൽ തന്നെ വലിയ ആൾക്കാർക്കുള്ളതും കുട്ടികൾക്കുള്ളതും. വീടിന് എന്ത് കളറായിരിക്കും, എന്ത് പെയിൻറ്റിങ് ആണ്, അതിൻ്റെ കളറ്. ഓക്കെ, കളർ അപ്പോൾ ഡിസൈഡ് ചെയ്തു. ഇനി കയറി ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് എങ്ങനെയായിരിക്കണം. ഇപ്പം പഴയ രീതിയിലുള്ള എന്താ പറയുക, വുഡിൻ്റെ ഒക്കെ ആർട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഓടിൻ്റെ ഒക്കെ ഒരു ഡിസൈന്, ക്ലിയർ ആയിട്ടുള്ള പിക്ചർ. എത്രമാത്രം നമ്മളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഉണ്ടോ അത്രമാത്രം. ഓക്കെ, ഓട്ടോ ഓഫ് ഓട്ടോ ആണ് ഓണും ആയിട്ടുള്ള LED ലൈറ്റുകൾ. ഓക്കെ, അങ്ങനെ. അപ്പോൾ ആ ഇമാജിനേഷൻ എത്രമാത്രം നമ്മൾ ക്ലാരിറ്റി കൊടുക്കുന്നു. അതുപോലെ വ്യക്തമായിട്ട് ഇപ്പോൾ വീടിനകത്തേക്ക് കയറുമ്പം എൻട്രൻസ് ഇങ്ങനെ ആയിരിക്കണം, ഡോറിനുള്ള പിക്ചർ എങ്ങനെ ആയിരിക്കണം. ഓക്കെ, ആർട്ട്, കുറേ കാര്യങ്ങൾ. ഇനി അതിനകത്തേക്ക് കയറി നമ്മൾക്ക് സോഫ എങ്ങനെയാണ്, സോഫയുടെ കളർ എന്താണ്, ആ ഇരിക്കുന്ന രീതി, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ ആയിരിക്കും. ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് കളർ അല്ലേ, ആ ഡിസൈൻ. അതുപോലെ വിൻഡോയിൽ എങ്ങനെയായിരിക്കണം, ഡോർ എങ്ങനെയായിരിക്കണം അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായൊരു പിക്ചർ, ഇവിടെ പറഞ്ഞതുപോലെ വ്യക്തമായൊരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവണം. എങ്ങനെയായിരിക്കണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്, ഗാർഡൻ വേണം, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെർവൻറ്റിനുള്ള സ്പെഷ്യലായിട്ടുള്ള ഡ്രൈവർക്കുള്ള ഒരു ഔട്ട് ഹൗസ് വേണം, പിന്നെ വീടിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കണം. അതുപോലെ ഓരോരോ ഐഡിയാസ് പറഞ്ഞു. അപ്പോൾ അത്രയും ക്ലിയർ പിക്ചർ ആയിരിക്കും. ഇപ്പോൾ മുകളിലേക്ക് കയറി പോകാൻ ലിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ ഐഡിയാസ് നമ്മളുടെ ഉള്ളിൽ അത് കാണാൻ പറ്റണം. വ്യക്തമായ ഒരു പിക്ചർ, വീടിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവറി കോർണർ, ഓരോ വശവും അത്രയും വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ, വിഷൻ ബോർഡിൽ ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കത് ഗെയിൻ ചെയ്യാം. ഇനിയിപ്പോൾ വീടിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ പലരും ബിസിനസ് തുടങ്ങിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അത് ലോസിലായി പോകും, പല പല കാരണങ്ങളാൽ അത് ക്വിറ്റ് ചെയ്ത് പിന്നെ പോരുക ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടി മോഡൽ ചെയ്യാം. ഇതിനു മുമ്പേ ഈ ബിസിനസ് ചെയ്ത ആൾക്കാരുടെ ഹിസ്റ്ററി എടുക്കാം നമുക്ക്. അങ്ങനെ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ, പുതിയതല്ല, ഇതിന് ഓൾറെഡി പലരും ചെയ്തു പോയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അടുത്ത് നമുക്ക് നോളജ് എടുക്കാം, നമ്മൾ ആ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അവരെങ്ങനെയാണത് ഫേസ് ചെയ്ത്, ഓരോ സിറ്റുവേഷനും എന്തൊക്കെ പ്രോബ്ലംസാണ് ഉള്ളത്, അതെങ്ങനെയാണ് അവർ ഓവർകം ചെയ്തത്, വ്യക്തമായൊരു സ്റ്റഡി ഉണ്ടാവണം. പിന്നെ നമ്മൾക്ക് എന്തൊക്കെയാണ് നോളജ് വേണമെന്നുള്ളത് നമ്മൾ അക്വയർ ചെയ്തെടുക്കണം.
പിന്നെ അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ക്യാപിറ്റൽ, അങ്ങനെ വ്യക്തമായ ധാരണയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോവാം. വിഷൻ ബോർഡിൽ അത് കാണിക്കണം, നമ്മൾ ഇന്ന ബിസിനസ്സാണ് ചെയ്യുന്നത് അല്ലേ, ബിസിനസ്സിൻ്റെ പേര്, പിന്നെ അതിനും ഒരു ഓഫീസൊക്കെ ഉണ്ടാവുമല്ലോ, ബിസിനസ്സിൻ്റെ ഓഫീസ്, അതിനെ പറ്റി നമുക്ക് വ്യക്തമായ പിക്ചർ മനസ്സിലുണ്ടാവണം. ഈ പിക്ചർ വിഷൻ ബോർഡിൽ വരുന്നതോടൊപ്പം തന്നെ നമുക്കൊരു മാസ്റ്റർ പ്ലാനുള്ള ഒരു ബുക്കും നമ്മുടെ കയ്യിലുണ്ടാവണം. നമ്മൾ എഴുതി തയ്യാറാക്കുക. ഓരോ ദിവസങ്ങൾ, ഓരോ മാസവും എന്തൊക്കെയാണ് നമ്മൾ അടുത്ത വർഷത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുവാണ്. അതിൽ ഓരോ ദിവസവും ഒരു പ്ലാനിങ് ആണ് നമ്മൾ. ഇപ്പോൾ DVPBA തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡ്രീം, വിഷ്വലൈസേഷൻ, പ്ലാനിങ്, ബിലീഫ്, ആക്ഷൻ. അപ്പോൾ ആ പ്ലാനിങ് എന്നുള്ളതിൽ ഇപ്പോൾ നമുക്ക് ഭയങ്കര മടിയാണ് ബുക്കിൽ എഴുതാനായിട്ട്. പക്ഷെ നോക്കൂ, നമ്മൾ എഴുതി നോക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. നമുക്ക് മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്തിടാം, കുഴപ്പമില്ല. ഇപ്പോഴത്തെ ടൈമിൽ, ഇപ്പോഴത്തെ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും പറ്റുമെങ്കിൽ എഴുതി തന്നെ തയ്യാറാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ലെഫ്റ്റ് ഹാൻഡും അല്ലേ, അതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് പാർട്ടിസിപ്പൻസ്. ഓക്കെ, സോ ഇതാണ് പിക്ചറൈസേഷൻ. നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തമായ ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ഉപയോഗിച്ച് നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത് എന്താണോ അതിനെപ്പറ്റി വ്യക്തമായ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അത് സംഭവിക്കും, അത് റിയാലിറ്റിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും.